ഹലോ ഫ്രണ്ട്സ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഏണസ്റ്റ് അക്കാദമിയുടെ റാങ്ക് ഫയൽ ഇതാ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. സിലബസിലെ 6 മൊഡ്യൂളുകളിൽ നിന്നായി 5000-ഓളം ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻസ് ആണ് നമ്മൾ റാങ്ക് ഫയലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ റാങ്ക് ഫയൽസിലെ കണ്ടന്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കിയാലോ. ഇതാണ് ഞങ്ങൾ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ഫയൽ. അപ്പൊ ഇതിലെ കണ്ടന്റ്സിന്റെ ഓർഡർ നമുക്ക് നോക്കാം. നമുക്കറിയാം, സിലബസിനെ 6 പാർട്ടായിട്ടാണ് PSC ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ആദ്യത്തെ സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ പോകുന്നു. അതിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേയിങ്, സിലബസിലെ അതേ ഓർഡർ തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള സിലബസിന്റെ പാർട്ടുകളും നമ്മൾ ഇങ്ങനെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിലബസിൽ നമ്മൾ ആദ്യത്തെ സിവിൽ എഞ്ചിനീയറിംഗിലെ മെറ്റീരിയൽസ് ബ്രിക്സ് ആണ് ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ബ്രിക്സിൽ നിന്നും PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PSCയുടെ പുതിയ പാറ്റേൺ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ട്രൂ ആൻഡ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പേജ് നമ്പർ 38 നമ്മളിവിടെ സൊല്യൂഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ബ്രിക്സിന്റെ തന്നെ കണ്ടില്ലേ, ഓരോ ബ്രിക്സിന്റെയും സ്റ്റാൻഡേർഡ് സൈസും നോമിനൽ സൈസും ട്രഡീഷണൽ ബ്രിക്ക് കോമൺലി യൂസ് ചെയ്യുന്നതിന്റെ എല്ലാ സൈസും നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാക്സിമം കാര്യങ്ങൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് ഇവിടെ പഠിച്ചു പോകുന്നത്. അപ്പം നമ്മൾ ബാക്കിയുള്ള സിലബസിലെ ബാക്കി ഭാഗങ്ങൾ നോക്കി, ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും ശരി, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്ക് നോക്കിയാലും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ നോക്കാം. ഇതാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ബ്രേക്ക് ഈവൻ അനാലിസിസ് ഓഫ് എ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ആ ഗ്രാഫ് ഉൾപ്പെടെ ആണ് നമ്മൾ ആ സൊല്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇതാ നോക്കൂ, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മൂന്നാമത്തെ ക്വസ്റ്റിനെ ബ്രേക്ക് ഈവൻ അനാലിസിസിന്റെ വിത്ത് ഗ്രാഫ് ഉൾപ്പെടെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ പോയിന്റുകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒരു അവസരം ഈ റാങ്ക് ഫയലിലൂടെ ലഭിക്കുന്നതാണ്. 5000-ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും സൊല്യൂഷൻസ് ഉൾപ്പെടെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസും അതുപോലെ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കും. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് ഓർഡറിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. അപ്പോൾ ഈ ബുക്കിൻ്റെ പ്രൈസ് വരുന്നത് 725 റുപ്പീസാണ് ഈ ബുക്കിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ബുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് കോപ്പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ അണ്ടറിൽ കമന്റ് ബോക്സിൽ ഈ ബുക്ക് ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് കോപ്പീസ് മാത്രമാണ് ബുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു റാങ്ക് വാങ്ങിച്ച് എത്രയും വേഗം തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ബൈ.